മലേഷ്യയിൽ നിന്നുള്ള ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. ഒരു ന്യൂക്ലിയർ ബോംബ് പൊട്ടിത്തെറിച്ചാൽ എങ്ങനെ ഒരു തീപിടുത്തമാണോ അവിടെ ഉണ്ടാകുന്നത്, സമാനമായ ഒരു ദൃശ്യം കാണുന്ന എല്ലാവരെയും തീർച്ചയായും അത് ഭയത്തിൽ ആഴ്ത്തിയിട്ടുണ്ടാകും. ആരെങ്കിലും ഒരു മിസൈൽ എറിഞ്ഞോ ബോംബ് എറിഞ്ഞോ എന്നൊക്കെ നോക്കിയാൽ അങ്ങനെയൊന്നും തന്നെയല്ല. അതൊരു ഗ്യാസ് പൈപ്പ് ലൈനിലുണ്ടായ ചോർച്ചയായിരുന്നു. ആ അപകടത്തിൽ നിന്നും കത്തിയെരിഞ്ഞ തീയായിരുന്നു പല കിലോമീറ്റർ അകലെയുള്ള ജനങ്ങളെ പോലും ഭയപ്പെടുത്തിയത്. ഈ അപകടം കാരണം 63-ലധികം ആളുകൾക്ക് പരിക്കേറ്റു, ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചിലർക്ക് ശ്വാസമുട്ടൽ സംഭവിച്ചു. എന്നാൽ ആളപായം ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഒന്നുമില്ല. 1 കിലോമീറ്റർ അപ്പുറമുള്ള പല ബിൽഡിംഗ്സിന്റെയും ഗ്ലാസസ് എല്ലാം പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. 1 കിലോമീറ്റർ റേഡിയസിലുള്ള ജനങ്ങളെല്ലാം അവിടെ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നിലെ സത്യം എന്താണ്? ജനങ്ങളുടെ ഒരു ആശങ്ക ഇപ്പോഴുണ്ടായ ഈ ഒരു അപകടം ഭാവി മലേഷ്യയെ ബാധിക്കുമോ എന്നുള്ളതാണ്. എന്താണ് ഇപ്പോൾ അവിടെയുള്ള സാഹചര്യം? അവിടെയുള്ള ജനങ്ങൾ ഈ അപകടത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വളരെ ആഴത്തിൽ ഇതറിഞ്ഞേ മതിയാകൂ. കാരണം ഇതാണ് മലേഷ്യയുടെ ഭാവി. ഈ ഒരു വീഡിയോ കണ്ട് അവസാനിക്കുമ്പോൾ ഒരു ഗ്യാസ് പൈപ്പ് ലൈൻ ചോർച്ചയ്ക്ക് പുറകിൽ ഇത്രയേറെ കാര്യങ്ങളുണ്ടോ എന്നൊരു പക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കാം. അങ്ങനെ തോന്നുകയാണെങ്കിൽ മറക്കാതെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. പുട്ര ഹൈറ്റ് എന്ന ഏരിയയിലുള്ള വളരെ പ്രധാനപ്പെട്ട പെട്രോൾ പമ്പ്, ആ പെട്രോൾ പമ്പിന് അടുത്തുള്ള സ്ഥലത്താണ് ഈ ഒരു സ്ഫോടനം അല്ലെങ്കിൽ ഗ്യാസ് ലീക്ക് സംഭവിച്ചത്. ഈ ഗ്യാസ് ലീക്കിന് പ്രധാനപ്പെട്ട കാരണം അവിടെ ഉണ്ടായിരുന്ന ഗ്യാസ് പൈപ്പ് ലൈൻ ആണ് എന്നൊക്കെ പറഞ്ഞാലും ഈ ഗ്യാസ് പൈപ്പ് ലൈനെ നിയന്ത്രിക്കുന്ന കമ്പനി ഏതാണെന്ന് നോക്കിയാൽ പെട്രോണസ് എന്ന കമ്പനിയാണ്. പെട്രോണസ് കമ്പനിയെ കുറിച്ച് അറിയുന്നതിന് മുൻപ് മലേഷ്യയുടെ മുഴുവൻ സ്ട്രക്ചറിൽ ഈ ഗ്യാസ് പൈപ്പ് ലൈൻസ് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് അറിയണം. അതുപോലെ തന്നെ ഇതിനായിട്ടുള്ള അവരുടെ പ്രോജക്റ്റായ PGUവിനെ കുറിച്ചും അറിയണം. PGU എന്നാൽ പെനിൻസുലാർ ഗ്യാസ് യൂട്ടിലൈസേഷൻ. ഈ പെനിൻസുലാർ ഗ്യാസ് യൂട്ടിലൈസേഷൻ എന്ന പ്രോജക്റ്റ് 1980കളിൽ പെട്രോണസ് എന്ന കമ്പനിയാണ് ആരംഭിച്ചത്. ഈ പെട്രോണസ് എന്നത് ഒഫീഷ്യലായി മലേഷ്യയുടെ സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഗ്യാസ് ഓയിൽ കമ്പനിയാണ്. ഇവർ ചെയ്യുന്നത് 1980കളിൽ തന്നെ ഈ PGU എന്ന പ്രോജക്റ്റ് ഓപ്പൺ ചെയ്യുകയും അതുവഴി ഏതൊക്കെ ഓഫ് ഷോറിൽ നിന്ന് ഗ്യാസ് എടുക്കണം, അത് ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്ക് എങ്ങനെ പോകണം, അവിടെ നിന്ന് എൻഡ് യൂസറിലേക്ക് എങ്ങനെ പോകണം, അവിടെ നിന്നും വൈദ്യുത ഉൽപ്പാദനത്തിലേക്ക് എങ്ങനെ പോകണം എന്നുള്ള ഒരു പ്രോജക്റ്റ് പ്ലാൻ തയ്യാറാക്കി. ഈ പ്രോജക്റ്റ് പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ പലയിടത്തും അവർ കുഴികളെടുത്തു, അതിൽ ഗ്യാസ് പൈപ്പ് ലൈൻ സ്ഥാപിച്ചു. ഇങ്ങനെയാണ് ഈ PGU എന്ന പ്രോജക്റ്റ് തുടങ്ങിയത്. പതിയെ പതിയെ അത് വളരാനും തുടങ്ങി. ഏകദേശം 40 വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു പദ്ധതിയാണ് PGU. ഏകദേശം 40 വർഷത്തോളം തുടർന്നു കൊണ്ടുവരുന്ന ഒരു പദ്ധതിയാണ് PGU. പക്ഷെ ഇതിനെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ രീതിയിലുള്ള അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു പൂർണ്ണമായ നല്ലൊരു തലത്തിലുള്ള ഒരു അപ്ഗ്രേഡേഷൻ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. മുഴുവൻ മലേഷ്യയ്ക്കും ഈ PGU എന്ന ഒറ്റ പ്രോജക്റ്റ് മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല. അടുത്ത് ഈസ്റ്റ് മലേഷ്യ എടുത്ത് നോക്കിയാൽ, അതായത് സാബ സെർവാക്ക് എന്ന ആ പ്രദേശം എടുത്ത് നോക്കിയാൽ, സാബ സെർവാക്ക് ഗ്യാസ് പൈപ്പ് ലൈൻ എന്ന SSGP എന്ന ഒരു പൈപ്പ് ലൈൻ ഉണ്ട്. അതും ഒരു പ്രോജക്റ്റ് ആണ്. ഈ SSGP എന്ന പൈപ്പ് ലൈൻ പ്രോജക്റ്റും PGU എന്ന പൈപ്പ് ലൈൻ പ്രോജക്റ്റ്, ഇതാണ് പ്രധാനമായും മലേഷ്യയിലുള്ള പൈപ്പ് ലൈൻ പ്രോജക്റ്റ്. SSGPയെ സംബന്ധിച്ച് സരവാക്കിലുള്ള ഈ ബിൻറ്റ്ലു LNG കോംപ്ലക്സ്, ഇവിടെ നിന്നും ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിന് റീച്ച് ആകുന്നതിനുള്ള ഒരു പൈപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ബിൻറ്റ്ലു LNG ഇത് വേൾഡിൽ തന്നെ ലാർജസ്റ്റ് ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് എക്സ്പോർട്ട് ഫെസിലിറ്റിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഇൻ്റർനാഷണൽ ലെവലിൽ LNG ഗ്യാസ് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു ഫെസിലിറ്റിയാണിത്. അങ്ങനെയാണെങ്കിൽ ആദ്യം കണ്ടതുപോലെ ഈ പെട്രോണസ് എന്ന കമ്പനിയാണ് ഈ പൈപ്പ് ലൈൻ എല്ലാം ഭൂമിക്കുള്ളിൽ സ്ഥാപിച്ചത്. ഇതേ പെട്രോണസ് എന്ന കമ്പനിയാണ് ഇന്നലെ ഒരു പ്രഖ്യാപനം നടത്തിയത്. രാവിലെ 8 മണിയോടുകൂടി 500 മീറ്റർ ദൂരമുള്ള ഒരു പൈപ്പ് ലൈനിൽ പെട്ടെന്ന് ഒരു ചോർച്ചയുണ്ടാകുന്നു. അത് കാരണം ഗ്യാസ് ലീക്കായി. അങ്ങനെ അവിടെ ഒരു സ്ഫോടനം സംഭവിച്ചു, കത്തി എരിയാൻ തുടങ്ങി. ഇതാണ് എല്ലാവരും ഭയപ്പെടാനുള്ള കാരണമെന്നും പറയുന്നു. ശരി, അങ്ങനെയാണെങ്കിൽ ഈ പൈപ്പ് ലൈൻ അങ്ങനെ താനെയാണോ പൊട്ടിത്തെറിച്ചത് എന്ന് ചോദിച്ചാൽ ഇതിന് 2 രീതിയിലുള്ള തിയറീസ് ആണ് അവിടെയുള്ള ഉദ്യോഗസ്ഥർ പറയുന്നത്. ഒന്നാമത്തേത്, അതിനെ ചുറ്റി ചില കൺസ്ട്രക്ഷൻ വർക്ക്സ് നടക്കുന്നുണ്ടായിരുന്നു, അത് കാരണം ചെറിയൊരു ലീക്ക് സംഭവിച്ചിരിക്കാം എന്ന് പറയുന്നു. മറ്റൊന്ന് രക്ഷർ,
അല്ലെങ്കിൽ ഇത്രയും വർഷങ്ങളായ ഒരു പൈപ്പ് ലൈൻ ആണത്, അതിനാൽ അതിന് ചില കേടുപാടുകൾ സംഭവിച്ചിരിക്കാം എന്നും പറയുന്നു. പക്ഷെ ഇങ്ങനെ സംഭവിച്ചപ്പോൾ പെട്ടെന്ന് പെട്രോണസ് കമ്പനി ചെയ്തത് അത് തുടർച്ചയായി അടുത്തടുത്ത അപകടങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് ഒരു വഴിയൊരുക്കാൻ പാടില്ല എന്നതിനു വേണ്ടി ആ വാൽവെല്ലാം ക്ലോസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അത്ര വലിയ നഷ്ടങ്ങളെ അവർ ഒഴിവാക്കി എന്ന് തന്നെ പറയാം. പ്രധാനമായും മലേഷ്യയിൽ അന്നൊരു അവധിയായിരുന്നു, ഈദ് ഹോളിഡേയുടെ 2ാമത്തെ ദിവസമായിരുന്നു. അങ്ങനെ ഒരു പൊതു അവധി ആയതുകൊണ്ട് വലിയ രീതിയിലുള്ള ആളപായം ഒന്നുമില്ല. എന്നാൽ അവിടെയുള്ള ജനങ്ങൾ ഇപ്പോഴും ഭയപ്പെടുകയാണ്. ഒരുപാട് പേർ അവരുടെ അനുഭവം പങ്കുവെക്കുമ്പോഴാണ് ഇത് എത്ര വലിയ പ്രശ്നമാണ് എന്നുള്ളത് പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുപോലെ കൃത്യം ഒരു 10 വർഷത്തിന് മുൻപ് 2014 പെട്രോണസ് ഗ്യാസ് ഈ കമ്പനിയുടെ തന്നെ ഒരു പൈപ്പ് ലൈൻ ലീക്ക് കാരണം അപകടം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള ആളുകൾ പറയുന്നത് ഞങ്ങൾ താമസിക്കുന്ന വീടുകൾക്കടിയിലും ഗ്യാസ് പൈപ്പ് ലൈൻസ് പോകുന്നുണ്ട്, എന്നാൽ ഇത് എങ്ങനെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഭാവിയിൽ ഈ ഗ്യാസ് പൈപ്പ് ലൈൻ കാരണം ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ? ഇങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ തടയാൻ എന്താണ് ചെയ്യുക? അതിനായിട്ടുള്ള മുൻകരുതൽ നടപടികൾ മലേഷ്യൻ സർക്കാർ എടുത്തിട്ടുണ്ടോ? ഇതൊക്കെയാണ് എല്ലാവരുടെയും വലിയൊരു ആശങ്കയും ചോദ്യവും. പറഞ്ഞു വന്നാൽ 1980കളിൽ ആരംഭിച്ച ഈ ഒരു പദ്ധതി ഇപ്പോഴും അവർ പതിയെ പതിയെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനെ പുതുക്കി പണിയണം, അതിന് മെയിൻ്റെനൻസ് വർക്കുകൾ നടത്തണം, അല്ലെങ്കിൽ അതിനെ മാറ്റി പണിയണം, ഇതൊന്നും ചിന്തിക്കുന്നില്ല. ഈ ഗ്യാസ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. കാരണം മലേഷ്യയിൽ 40% ഇലക്ട്രിസിറ്റി ഈ ഗ്യാസിനെ മാത്രം വിശ്വസിച്ചാണുള്ളത്. അപ്പോൾ ഇലക്ട്രിസിറ്റിക്ക് വേണ്ടിയും അവിടെയുള്ള ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയും അവിടെയുള്ള വ്യാവസായിക കേന്ദ്രങ്ങൾക്ക് വേണ്ടിയും ഈ ഗ്യാസ് പൈപ്പ് ലൈൻസ് മണ്ണിനടിയിൽ കുഴിച്ചിട്ട് പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയാലും ഇങ്ങനെയുള്ള അപകടങ്ങളും ഭാവിയിൽ അധികമാകാനുള്ള സാധ്യതയുണ്ട്. മലേഷ്യയെ സംബന്ധിച്ച് ജനസംഖ്യ ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. അതുപോലെ തന്നെ അവിടെയുള്ള ഇൻഡസ്ട്രിയൽ ഏരിയാസും വർദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതിനകം പറഞ്ഞതുപോലെ ഇന്റർനാഷണൽ ലെവലിൽ LNG ഗ്യാസ് എക്സ്പോർട്ടറായിട്ടുള്ള ചില പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അവിടെ വരുന്നു. കൂടാതെ എനർജി ട്രാൻസിഷനും ലോകരാജ്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അതായത് എത്രത്തോളം പെട്ടെന്ന് എണ്ണയും വാതകവും എല്ലാം ഉപയോഗിക്കാൻ കഴിയുമോ അത്രയും പെട്ടെന്ന് എല്ലാവരും അത് ഉപയോഗിച്ച് തീർത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. കാരണം എല്ലാവരും ഈ 2030-40 തന്നെ സീറോ കാർബൺ എമിഷനുള്ള എനർജിയെ തേടി പോകണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. ഈ LNG പോലുള്ള കാര്യങ്ങൾ, അതും ഈ പൈപ്പ് ലൈൻ വെച്ച് ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങിയതിന് കാരണവും ഇതുകൊണ്ടാണ്. കാരണം അവർക്ക് നൽകിയിട്ടുള്ള ദൗത്യം കൂടെയാണത്. 2040 ശേഷം ഇനി ഇതൊക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ നികുതി കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ തന്നെ അതൊക്കെ ഉപയോഗിക്കണം. അതിനുശേഷം സൗരോർജം, വിൻഡ് എനർജി അല്ലെങ്കിൽ ആണവ ശൃംഖലകൾ വഴി ഇങ്ങനെ ഒരു എനർജി ട്രാൻസിഷൻ പീരീഡിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരുപക്ഷെ ഇതും മലേഷ്യൻ സർക്കാരിന് ഒരു ചെറിയ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടാകാം. അങ്ങനെയാണെങ്കിൽ ഇതൊരു വേക്കപ്പ് കോൾ ഫോർ മലേഷ്യ ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അങ്ങനെയാണ്. കാരണം മലേഷ്യയിൽ കൂടുതൽ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് വരാനുള്ള സാധ്യതകളും അധികമാണ്. ഇനി മലേഷ്യയിൽ കൂടുതൽ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് വരാനുള്ള സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അങ്ങനെയുള്ള അപകടങ്ങൾ സംഭവിക്കുമ്പോൾ ഈ ഗ്യാസ് പൈപ്പ് ലൈനും അതിൽ ബാധിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് അവിടെയുള്ള ജനങ്ങളുടെ ഒരാശങ്ക. 1 കിലോമീറ്റർ അകലെയുള്ള അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിനുള്ളിലെ അത്രയും ആളുകളെയും പുറത്താക്കുമ്പോൾ അവിടെയുള്ള മനുഷ്യർ പറയുന്ന ഒരു കാര്യം, ചെറിയ ഒരു അപകടം സംഭവിച്ചപ്പോൾ തന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, ഇതൊരല്പം വലുതായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇതായിരുന്നു എല്ലാവരുടെയും ചോദ്യം. അതിലും ഈ പൊട്ടിത്തെറിച്ച തീഗോളം കാണുകയാണെങ്കിൽ തീർച്ചയായും നമ്മളെല്ലാം ഭയപ്പെടും. അത്രത്തോളം ഒരു യുദ്ധക്കളമായി മാറിയ സാഹചര്യം. അങ്ങനെയായിരുന്നു മലേഷ്യയുടെ പ്രധാന നഗരം. അപ്പോൾ ഇതിന്റെ അനന്തരഫലങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് തരംതിരിക്കാനായി മലേഷ്യയിലെ പല സ്ഥലങ്ങളിലും സർക്കാർ അവരുടെ സർവേ നടത്തിയിട്ടുണ്ട്. അതിൽ ഈ ടെക്നിക്കൽ ഫെയിലിയറും ഏജിംഗ് ഇൻഫ്രാസ്ട്രക്ചറുമാണ് പ്രധാന പ്രശ്നമായി പറയുന്നത്. ഈ ടെക്നിക്കൽ ഫെയിലിയർ ഒക്കെ പെട്രോണസ് എന്ന കമ്പനി ഇതിനു മുൻപ് വലിയ രീതിയിൽ നേരിട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതുകൊണ്ട് ഇത് നമുക്ക് മാറ്റിവെക്കാനും സാധിക്കില്ല. അടുത്തത് നാച്ചുറൽ ഡിസാസ്റ്റർ, നമ്മൾ ഇതിനകം പറഞ്ഞു. മൂന്നാമത്തേത് സെക്യൂരിറ്റി ത്രെറ്റ്സ് ആണ്. ഇവിടെ ഈ സുരക്ഷാ ഭീഷണി എങ്ങനെയായിരിക്കും കാണേണ്ടത്? മലേഷ്യ അല്ലെങ്കിൽ ഏതൊരു രാജ്യത്തെ വേണമെങ്കിലും എടുക്കാം. ഒരു രാജ്യത്തിൽ യുദ്ധം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ എതിർക്കുമ്പോൾ അവിടെയുള്ള എനർജി സെക്ടേഴ്സിനായിരിക്കും പ്രധാനമായും പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധം അല്ലെങ്കിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം, ഇങ്ങനെ ഏത് യുദ്ധത്തിൽ വേണമെങ്കിലും നിങ്ങൾക്കത് കാണാൻ സാധിക്കും. എവിടെയാണോ ഊർജം സംഭരിച്ചു വെച്ചിട്ടുള്ളത്, ഏത് വഴിയാണ് എനർജി ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത്? എന്തിന്?
ഈ നോർഡ് സ്ട്രീം 1, നോർഡ് സ്ട്രീം 2 പൈപ്പ് ലൈൻ പ്രോജക്ട്സ് ഇതൊക്കെ നമുക്കറിയാം. ജർമ്മനി, റഷ്യ ഇവർക്കിടയിലുണ്ടായ ഈ ഒരു പ്രോജക്റ്റ് ആയിരുന്നു. അത് തന്നെ ഹോൾഡ് ചെയ്തു. അതിൽ തന്നെ ചെറിയ ചെറിയ ചോർച്ചയുണ്ടാകുന്നു. അതിൻ്റെ അന്വേഷണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലൊരു പ്രശ്നം ഭാവിയിൽ മലേഷ്യയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ തടയാൻ എന്താണ് വഴിയെന്നും ചോദിക്കുന്നു. അടുത്തത് ഗ്യാസ് ലീക്സ് എക്സ്പ്ലോഷൻസ് ആണ്. ഇതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അടുത്തത് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ്. ഈ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ഓഫ്ഷോറുള്ള സ്ഥലത്ത് നിന്നും ഇവിടെ വരെയും ഈ ഗ്യാസ് പൈപ്പ് ലൈൻ സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ളത് അറിയാം. ഇത് കാരണമുണ്ടാകുന്ന പരിസ്ഥിതി മലിനീകരണം. ഈ പൈപ്പ് ലൈൻസ് പോകാനായി പല മരങ്ങളെല്ലാം വെട്ടി മാറ്റപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ജലധാര വഴിമാറ്റി വിട്ടിട്ടുണ്ട്. ഇതും വലിയൊരു ആശങ്കയാണ്. പക്ഷേ അപ്പോഴും സിറ്റി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് ഗവൺമെൻറ് ചോദിക്കുന്നത്. എങ്കിലും ഭാവിയിൽ ഇതൊരു വലിയ പ്രശ്നമായി മാറാൻ പാടില്ല. ഉടൻ തന്നെ ഇതിനെ പരിഹരിക്കണം. അതിനായിട്ടുള്ള അടുത്ത ഘട്ടം എന്താണെന്നും ചിന്തിക്കണം. ഇത്രയും ദിവസം നമ്മൾ ഇതിൽ അതിജീവിച്ചു. അടുത്തെന്ത് എന്ന ഒരു ചോദ്യം. ഇതാണ് ജനങ്ങൾ ചോദിക്കുന്നത്. ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ ജീവിതം സംരക്ഷിക്കണം. അതിനെന്താണ് വഴി എന്നുള്ള ഒരു ചോദ്യം. സർക്കാർ ഇതിനെന്ത് മറുപടി നൽകുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം. എങ്കിലും ഭാഗ്യത്തിന് ആളപായം ഒന്നും തന്നെ ഇല്ല. പക്ഷേ തീർച്ചയായും ഇത് നമുക്ക് എല്ലാവർക്കുമുള്ള ഒരു മുന്നറിയിപ്പാണ്, നമ്മുടെ രാജ്യത്തിനും. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മലേഷ്യയിലുള്ള സുഹൃത്തുക്കൾ ഈ ഒരു വീഡിയോ കാണുന്നുവെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ വിവരങ്ങൾ എത്രത്തോളം സത്യമാണ് എന്നുള്ളത് താഴെ കമൻറ്റിൽ പറയുക. ഇതിൽ വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പറയാം. ഇങ്ങനെയുള്ള വീഡിയോസിന് താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.